ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏലിയൻ ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ സിനിമയായ ഏലിയൻ റോമുലസ് ആണ്. ഏലിയൻ റോമുലസ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് 2013 ഈവിൾ ഡെഡും പിന്നെ ഡോൺ ബ്രീത്ത് ഒക്കെ ഡയറക്ട് ചെയ്ത ഫെഡി ആൽവറസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഈ ഡയറക്ടറിന് ഈ ഏലിയൻ പോലത്തെ ഒരു സയൻസ് ഫിക്ഷൻ ഫ്രാഞ്ചൈസിലേക്ക് എന്താണ് ഓഫർ ചെയ്യാനുള്ളതെന്ന്. ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഏലിയൻ 1ന്റെ ഒരു ഡയറക്റ്റ് സീക്വലാണ്, അല്ലെങ്കിൽ ഒരു സ്പിൻ ഓഫ് ആണെന്ന് വേണേൽ പറയാം. 2012 ഇറങ്ങിയ പ്രൊമീത്തിയസിന്റെയോ അല്ലെങ്കിൽ 2017 ഇറങ്ങിയ ഏലിയൻ കവണന്റുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ചെറിയ കണക്ഷൻ ഉണ്ട്, ബട്ട് അത് സ്പോയിലേഴ്സ് ആണ്. ഏലിയൻ യൂണിവേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചാനലിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ വരുന്നത് കെയ്ലി സ്പേനി, ഇസബെല്ല മേഴ്സർ, ഡേവിഡ് ജോൺസൺ, ആർച്ചി റെനാക്സ് എന്നിവരൊക്കെയാണ്. സയൻസ് ഫിക്ഷൻ ഹൊററിലെ തന്നെ ഒരു ക്ലാസിക് ആയിട്ടാണ് റിഡ്ലി സ്കോട്ടിന്റെ ഏലിയൻ 1 ഞാൻ കണക്കാക്കുന്നത്. സോ എല്ലാ അർത്ഥത്തിലും ഏലിയൻ 1 ഒരു ട്രിബ്യൂട്ട് തന്നെയാണ് ഈ സിനിമ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ്. എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എത്രമാത്രം വിഷ്വലി ആദ്യത്തെ ഏലിയൻ സിനിമയുമായിട്ട് ഇത് സിമിലർ ആണെന്നാണ്. ഈ പഴയ ഏലിയൻ സിനിമ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സ്പേസ്ഷിപ്പിന്റെ ഇന്റീരിയറും പിന്നെ കമ്പ്യൂട്ടർ, വെപ്പൺസ് ഇവയെല്ലാം ഒരു റെട്രോ ഓൾഡ് സ്കൂൾ ടൈപ്പ്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് മാക്സിമം ഇടാൻ കഴിയുന്ന ഐഡിയാസ് ഉപയോഗിച്ച് അവർ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ പിന്നീട് വന്ന റീസെന്റ് ആയിട്ടുള്ള ഏലിയൻ സിനിമകൾ, അതായത് പ്രീക്വൽ സിനിമകളായ പ്രൊമീത്തിയസിലും കവണന്റിലുമൊക്കെ ഭയങ്കര ടെക്നോളജി, അല്ലെങ്കിൽ കണ്ടാൽ ഏലിയന് 50-100 വർഷം മുൻപേ നടന്ന കഥകളാണെന്ന് ഒരിക്കലും പറയില്ല. VFXും CGIയും ഒക്കെ ആ ഒരു മോഡേൺ സ്റ്റൈൽ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അവർ ആ പഴയ ആ ഒരു അറ്റ്മോസ്ഫിയറും ആർട്ട് ഡയറക്ഷനും ഒക്കെ തന്നെയാണ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഏലിയൻ 1 കാണുന്ന അതേ ഒരു ഇമ്പാക്റ്റ് തന്നെ നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ ഈ സിനിമ IMAXൽ ഫുൾ ആസ്പെക്ട് റേഷ്യോയിലായിരുന്നു. അതുകൊണ്ട് തിയേറ്ററിലെ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി സ്പേസിലെ ഈ വൈഡ് ആംഗിൾ ഷോട്ട്സ് ഒക്കെ കാണിക്കുമ്പോൾ കെയ്ലി സ്പേനിയുടെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. ഭയങ്കര അണ്ടർറേറ്റഡ് ആയിട്ടുള്ള എന്നാൽ കയറി വരുന്ന ഒരു ആക്ട്രസ് ആണ് കെയ്ലി സ്പേനി. ഈ വർഷം തന്നെ ഇറങ്ങിയ അലക്സ് ഗാർലൻഡിന്റെ സിവിൽ വാറിലും ഇതുപോലൊരു മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. സിഗോണി വീവറിന്റെ എലൻ റിപ്ലിയുമായിട്ടൊരു കമ്പാരിസനോട് നമുക്ക് നടത്താൻ കഴിയില്ല. പക്ഷേ പുള്ളിക്കാരുടെ ക്യാരക്ടർ ഗ്രോത്ത് എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ്. ഒരു ആക്ഷൻ പടത്തിൽ ഒരു സ്ട്രോങ് ഫീമെയിൽ പ്രൊട്ടാഗണിസ്റ്റിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഈ സിനിമ ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട്. മാർവൽ സ്റ്റുഡിയോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പക്ഷേ ഇവിടെ പുള്ളിക്കാരിയേക്കാൾ പടത്തിൽ സ്കോർ ചെയ്തത് ഡേവിഡ് ജോൺസൺ എന്ന ആക്ടറാണ്. കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. 2 തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരു പെർഫോമൻസ് ആണ് പുള്ളിക്ക് ചെയ്യേണ്ടി വന്നത്. അത് അടിപൊളിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടൊരു ആക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ടൈറ്റ് ആയിട്ടുള്ള ഒരു പേസിംഗ് ആണ് സിനിമയുടേത്. ആവശ്യത്തിന് ടെൻഷനും ത്രില്ലും ഒക്കെ തരുന്ന ഒരു സ്ക്രീൻ പ്ലേയും കൂടിയുണ്ട്. ഹൊറർ എലിമെന്റ്സും നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. റിഡ്ലി സ്കോട്ടിന്റെ ഏലിയൻ സിനിമകളിൽ ഉള്ളതുപോലെ നല്ല വയലൻസും ഹൊററും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയും. ഈ സെനോമോർഫുകളും ഫേസ് ഹഗറും വരുന്ന സീൻസൊക്കെ നല്ല ടെൻഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഒരു സീറോ ഗ്രാവിറ്റി ആക്ഷൻ സീനുണ്ട്. അതാണ് ഈ പടത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോഴാണ് ഈ ഏലിയനും ഈവിൾ ഡെഡിന്റെയും ഒരു ബ്ലെൻഡ് ഇവിടെ നമുക്ക് ഡയറക്ടർ കൊണ്ടുവരുന്നത്. കാണാൻ അല്പം ബുദ്ധിമുട്ടുള്ള സീൻസ് വന്നതും അവിടെയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു സ്ത്രീ അവരുടെ 5 വയസ്സുള്ള മോനെയും കൊണ്ടാണ് ഈ പടം കാണാൻ വന്നിരിക്കുന്നത്. സാഡ് ടു സേ, ബട്ട് സെൻസർ ബോർഡ് നല്ല രീതിയിൽ കത്തി വെച്ചിട്ടുണ്ട്. അത് ചില സീൻസിൽ നമുക്ക് നന്നായിട്ട് അറിയാൻ കഴിയും. ഈ ഫിലിമിലൂടെ ഏലിയൻ ലോർ കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിനൊരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ്സ് കാരണമാണ് ഈ സിനിമയ്ക്ക് മോശം റിവ്യൂസ് വരുന്നത്. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നാൽ, ഏലിയൻ ലോർ അറിയാത്തവർക്ക് ഈ സിനിമ കണ്ടാൽ ഭയങ്കര ഡിസ്കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ യൂണിവേഴ്സിൽ സിന്തറ്റിക്സ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ്സ് ആരാണെന്നും വെയ്ലൻ കോർപ്പറേഷൻ എന്താണെന്നും അല്ലെങ്കിൽ ഈ സെനോമോർഫോൾ എന്താണെന്നൊക്കെ അറിഞ്ഞില്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്പം ഡള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. സെനോമോർഫോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഥയിലേക്ക് വരുന്നത് തന്നെ. സോ ചിലപ്പോൾ ആൾക്കാർക്ക് അതുവരെ ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്ലൈമാക്സിലെ അവസാനത്തെ ഒരു 15 മിനിറ്റ് ആകുമ്പോൾ കഥ നമ്മൾ വിചാരിക്കാത്തൊരു റൂട്ടിലേക്ക് പോകുന്നുണ്ട്. സോ അത് കാരണം കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഇപ്പോൾ വന്നു തുടങ്ങുന്നുണ്ട്. പേഴ്സണലി എനിക്ക് വർക്കൗട്ടായ സീൻസ് ആയിരുന്നു അതെല്ലാം. ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയായിരുന്നു. സോ ഒരു വെർഡിക്റ്റ് പറഞ്ഞാൽ, ഏലിയൻ 1നും ഏലിയൻ 2നും ശേഷം ഏറ്റവും ബെസ്റ്റ് ഏലിയൻ സിനിമയായിട്ട് എനിക്ക് തോന്നിയത് ഏലിയൻ റോമുലസ് ആണ്. ഏലിയൻ സിനിമ ആരാധകർക്കും സയൻസ് ഫിക്ഷൻ ഹൊറർ എൻജോയ് ചെയ്യുന്നവർക്കും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ്. ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഏലിയൻ റോമുലസ്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ഏലിയൻ റോമുലസ്. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.